നെക്സ്റ്റ് ടോപ്പിക്കാണ് ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം. അതായത് ബോർ മോഡലിൻ്റെ പരാജയങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പോരായ്മകൾ എന്തൊക്കെയാണ്. മെറിറ്റ്സ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഗുണങ്ങളാണ്. ഇത് ഡീമെറിറ്റ്സ് ആണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്? ഒന്ന്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രം പറയാൻ പറ്റി, ഓരോ ലൈൻസ് ഓഫ് സീരീസ് അവിടെ നമുക്ക് പറയാൻ പറ്റി. അതെന്താണ്? ലൈമൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫണ്ട് സീരീസ്. പക്ഷേ ഹൈഡ്രജനെ ഫൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചില്ല? ബോർ മോഡലിന് സാധിച്ചില്ല. രണ്ടാമത്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് ആറ്റം അതർ ദാൻ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ഒഴിച്ചുള്ള ബാക്കിയുള്ള എലമെൻറ്റുകളുടെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോറിന് സാധിച്ചില്ല. Third one, it was unable to explain the splitting of spectral lines in the presence of electric field and in the magnetic field ഇപ്പം നോക്കിക്കോട്ടെ. ഇറ്റ് വാസ് അൺഎബിൾ ടു എക്സ്പ്ലെയിൻ സ്റ്റാർക്ക് ഇഫക്റ്റ് ആൻഡ് സീമൻ ഇഫക്റ്റ്. സ്റ്റാർക്ക് ഇഫക്റ്റും സീമൻ എഫക്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ മോഡലിന് കഴിഞ്ഞില്ല. എന്താണ് സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് സ്റ്റാർക്ക് എഫക്റ്റ്? അതായത് ഇലക്ട്രിക് ഫീൽഡ്, സ്പെക്ട്രൽ ലൈൻസ്, അല്ലെങ്കിൽ സ്പെക്ട്രം കിട്ടുമല്ലോ, സ്പെക്ട്രത്തിന് ലൈൻസ് കിട്ടുമല്ലോ, പല കളേഴ്സിൽ ലൈൻസ് കിട്ടും. അത് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിലാണ് നമുക്ക് ആ സ്പെക്ട്രൽ ലൈൻസ് കിട്ടുന്നതെങ്കിൽ, അതായത് വൈദ്യുത മണ്ഡലം അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ സ്പെക്ട്രം കിട്ടുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്റ്റാർക്ക് എഫക്റ്റ്. ഇനി കാന്തിക മണ്ഡലം അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സീമൻ എഫക്റ്റ്. ഈ രണ്ട് പ്രോസസ്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചില്ല? ബോറിന് സാധിച്ചില്ല. അടുത്തത്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി എബിലിറ്റി ഓഫ് ആറ്റംസ് ടു ഫോം മോളിക്യൂൾസ് ബൈ കെമിക്കൽ ബോൺസ്. വീണ്ടും പറയുന്നു, ആറ്റംസ് കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവുന്നു? മോളിക്യൂൾസ് ഉണ്ടാവുന്നു. അപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ, മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ ആറ്റംസിന് ഇടയ്ക്ക് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുന്നതിനെക്കുറിച്ച് അവർക്ക് പറയാനായിട്ട് സാധിച്ചിട്ടില്ല. അടുത്തത്, ഇറ്റ് ഡിഡ് നോട്ട് കൺസിഡർ ദ വേവ് ക്യാരക്ടർ ഓഫ് മാറ്റർ ആൻഡ് ഹെയ്സൻബർഗ് പ്രിൻസിപ്പിൾ. അതായത് മാറ്ററിൻ്റെ തരംഗ സ്വഭാവത്തിനെ കുറിച്ചും ഹെയ്സൻബർഗ് അനിശ്ചിതത്വ തത്വത്തിനെ കുറിച്ചും പറയാനായിട്ട് അവർക്ക് സാധിച്ചില്ല. വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം? എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്, ഡീമെറിറ്റ്സ്? ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. It could not explain the spectrum of atoms other than hydrogen. It was unable to explain Stark effect and Zeeman effect. What is Stark effect? എന്താണ് Stark effect? Splitting of spectral lines in presence of electric field is called a Stark effect, and splitting of spectral lines in presence of magnetic field is called a Zeeman effect. ഫോർത്ത് ലിമിറ്റേഷൻ എന്താണ്? ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി എബിലിറ്റി ഓഫ് ആറ്റംസ് ടു ഫോം മോളിക്യൂൾസ് ബൈ കെമിക്കൽ ബോൺസ്. ഫിഫ്ത്ത് എന്താണ്? ഇറ്റ് ഡിഡ് നോട്ട് കൺസിഡർ ദ വേവ് ക്യാരക്ടർ ഓഫ് മാറ്റർ ആൻഡ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇനി അടുത്തതാണ് ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ, ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ. അതായത് ഈ ബോർ മോഡലിനും കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആ പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി പിന്നീട് വന്ന സയൻറ്റിസ്റ്റ് ഡി ബ്രോഗ്ലിയെ പോലൊക്കെയുള്ള സയൻറ്റിസ്റ്റ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിലേക്ക് എത്തിച്ചേർന്നു. അത് എത്തിച്ചേരുന്നതിന് മുൻപ് കുറച്ച് സ്റ്റഡീസും കൂടി അവർ നടത്തി. അപ്പോൾ ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് മാറ്റർ ഡ്യുവൽ നേച്ചർ കാണിക്കുന്നുവെന്ന് പറഞ്ഞു. എന്താണ് മാറ്റർ കാണിക്കുന്ന ഡ്യുവൽ നേച്ചർ? ബോത്ത് പാർട്ടിക്കിൾ ആൻഡ് വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ്. മാറ്റർ എന്ത് കാണിക്കുന്നു? മാറ്ററിനുള്ളിൽ എന്തുണ്ട്? പാർട്ടിക്കിൾസ് ഉണ്ട്. അതേപോലെ തന്നെ അവ സഞ്ചരിക്കുന്നത് എന്താണ്? ആ പാർട്ടിക്കിൾസ് സഞ്ചരിക്കുന്നത് എന്തായിട്ടാണ്? വേവിൻ്റെ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇലക്ട്രോൺസ് ഷുഡ് ഓൾസോ ഹാവ് മൊമെൻറ്റം ആസ് വെൽ ആസ് വേവ് ലെങ്ത്. അതായത്
ഇലക്ട്രോൺസിന് എന്തുണ്ട്, ഒരു തരംഗ ദൈർഘ്യമുണ്ട്, അതേപോലെ തന്നെ അതിന് എന്തുണ്ട്, മൊമെൻറ്റമുണ്ട്, ആക്കമുണ്ട്, മാസ് ഇൻറ്റു വെലോസിറ്റി ഉണ്ട്. മൊമെൻറ്റത്തിൻ്റെ ആക്കം എന്ന് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്താ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ? ആക്കം മാസ് ഇൻറ്റു വെലോസിറ്റി. അതായത് പി ഈസ് ഈക്വൽ ടു, പി ആണ് ആക്കം അല്ലെങ്കിൽ മൊമെൻറ്റം, പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇലക്ട്രോൺസിനെല്ലാം മാസ് ഇൻറ്റു വെലോസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. He gave the following relationship between wavelength and momentum of a material particle. അപ്പോൾ ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്താണ് കൊണ്ടുവന്നത്? മൊമെൻറ്റവും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുവന്നത്. എന്താണ് ആ ഇക്വേഷൻ? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി, ദാറ്റ് ഈസ് ഈക്വൽ ടു എം വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പി ആണ്. ദെർഫോർ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി. Then this equation is called de Broglie equation. ഈ ഇക്വേഷന് പറയുന്ന പേരാണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ. ഈ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഐൻസ്റ്റീനിൻ്റെ എനർജിയുടെ ഒരു ഇക്വേഷനാണ്, അത് നിങ്ങൾക്കറിയാം, ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. മാക്സ് പ്ലാങ്കിൻ്റെ എനർജിയുടെ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ്? ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഈ രണ്ട് ഇക്വേഷനും കൂടെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്യാം. ഇത് ലെഫ്റ്റ് സൈഡ് രണ്ടും എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അതുകൊണ്ട് നമുക്ക് എഴുതാം എം സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ അല്ലേ? എം സി സ്ക്വയർ എന്ന് പറയുന്നത് എച്ച് ന്യൂ ആണ്. ഇനി ന്യൂ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ന്യൂ ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡ. ദെർഫോർ എം സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ. ഈ സി സ്ക്വയറും സിയും ഈ സിയും കൂടെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ എന്ത് വരും? എം സി ഇസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ. ഓക്കെ, എം സി ഇസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ. ഇനി നമുക്ക് നോക്കാം. എം സി ഇസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ. ഇനി സി എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വേഗതയാണ്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ഇനി സിക്ക് പകരം വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എം വി കൊടുത്തു കഴിഞ്ഞാൽ എം വി ഇസ് ഈക്വൽ ടു എച്ച് ബൈ എന്താണ്? ലാംഡ. ഇനി ഫ്രം ദിസ് ഇക്വേഷൻ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. എം വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പി ആണ്. ദെർഫോർ ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ പി. ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ. അപ്പോൾ ഡി ബ്രോഗ്ലി എന്ത് ചെയ്തു? ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ലാംഡയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷനാണ് ഡി ബ്രോഗ്ലി കണ്ടുപിടിച്ചത്. അതിനുവേണ്ടി ഏതൊക്കെ ഇക്വേഷൻ എടുത്തു? ഐൻസ്റ്റീൻ്റെ എനർജിയുടെ ഇക്വേഷനും മാക്സ് പ്ലാങ്കിൻ്റെ എനർജിയുടെ ഇക്വേഷനും കൂടി എടുത്താണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ കണ്ടുപിടിച്ചത്. അടുത്തത് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹെയ്സൻബർഗ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, നിങ്ങളത് സ്കൂളിൽ പഠിച്ചതാണ്. ഇലക്ട്രോൺസിനെല്ലാം എന്തുണ്ട്? ഡ്യുവൽ ബിഹേവിയർ ഉണ്ട്. മാറ്ററിനും റേഡിയേഷനും ഇലക്ട്രോൺസ്, മാറ്ററിനകത്തിലും റേഡിയേഷനിലുള്ള ഇലക്ട്രോൺസ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഇവർക്കെല്ലാം എന്തുണ്ട്? ഡ്യുവൽ നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹെയ്സൻബർഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞത് ഒരു ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ വളരെ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വളരെ വേഗത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ വേഗത്തിൽ ഒരു മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾ ഇങ്ങനെ വളരെ വേഗത്തിൽ കറങ്ങുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പൊസിഷനോ ഇതിൻ്റെ ഭാരം അല്ലെ മൊമെൻറ്റം എത്രയാണെന്ന്, ആക്കം എത്രയാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. അതാണ് ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. വളരെ ചെറിയൊരു പാർട്ടിക്കിൾ വളരെ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിനെ കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ അതിൻ്റെ ഇന്ന സ്ഥലത്ത് അതുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം ഒരു വലിയ വസ്തു വളരെ പതുക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇന്ന പൊസിഷനിൽ അതുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മാസ് ഇത്രയാണ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ സൈമൾട്ടേനിയസ്ലി ആൻഡ് പ്രിസൈസ്ലി ബോത്ത് ദി പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് സ്മോൾ മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ. ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടുപിടിക്കാൻ ഇമ്പോസിബിളാണ്, സാധ്യമല്ല.
സൈമൾട്ടേനിയസ്ലി ആൻഡ് പ്രിസൈസ്ലി, ഒരേ സമയവും കൃത്യമായും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ല? ബോത്ത് ദി എക്സാക്റ്റ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം, കൃത്യമായ പൊസിഷനോ മൊമെൻറ്റമോ അല്ലെങ്കിൽ വെലോസിറ്റിയോ കൃത്യമായ വെലോസിറ്റിയോ പൊസിഷനോ ചെറിയ പാർട്ടിക്കിളിൻ്റെ, മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ, ഇലക്ട്രോൺ പോലെയുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ പൊസിഷനോ അതിൻ്റെ വെലോസിറ്റിയോ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയില്ല. ഇതിനൊരു ഇക്വേഷൻ, മാത്തമാറ്റിക്കലി ഇതിനൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് ആ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ? ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. അതല്ലെങ്കിൽ നമ്മൾ പറയും ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇതെന്ന് പറയും. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? mv ആണ്. അപ്പം നമുക്ക് വീണ്ടും ഇങ്ങനെ എഴുതാം, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ എന്താണ് എം ഡെൽറ്റ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ഇലക്ട്രോൺ, അത് കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റിയാണ് ചേഞ്ച്, വേഗതയാണ് ചേഞ്ച്. അപ്പം നമ്മൾ അതിന് പകരം എന്ത് കൊടുക്കും? ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ h/4π. ദെൻ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4πm. അപ്പോൾ ഈ ഇക്വേഷൻസിൽ ഏതെങ്കിലും ഈ ഇക്വേഷൻസ് നിങ്ങൾ നന്നായിട്ട് കാണാൻ പഠിക്കണം. അതേപോലെ തന്നെ ഈ ഒരു ഡെഫിനിഷനും നിങ്ങൾ നന്നായിട്ട് സ്റ്റേറ്റ്മെൻറ്റും കാണാൻ പഠിക്കണം. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അൺസർട്ടൻറ്റി ഇൻ പൊസിഷൻ, അതായത് പൊസിഷനകത്തിലുള്ള അനിശ്ചിതത്വം, പൊസിഷൻ എവിടെയാണെന്ന് അറിയില്ല. ഡെൽറ്റ പി ഓർ ഡെൽറ്റ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടൻറ്റി ഇൻ മൊമെൻറ്റം ഓർ വെലോസിറ്റി എത്രയാണെന്ന് അറിയില്ല. ഇതാണ് ടേംസ്. M is the mass of electron. What is Heisenberg uncertainty principle? It is impossible. വെർണർ ഹൈസൻബർഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത് കണ്ടുപിടിച്ചത്. It is impossible to determine simultaneously and precisely both the position and momentum of a moving microscopic particle like electron. Delta x into delta p is greater than or equal to h/4π. Or delta x into m delta v is greater than or equal to h/4π, or delta x into delta v is greater than or equal to h/4πm. Okay.